നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ വീക്കെൻഡ് എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ യൂഷ്വൽ വീഡിയോ കേട്ടോ. പിന്നെ എന്തൊക്കെ വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളിന്ന് എപ്പിസോഡ് കൊണ്ടല്ല, പൊതുവേ ഒരു ന്യൂസ് കേട്ട സമയത്ത് കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ്. വിധു അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതായത് നമ്മുടെ അൻസിബ എവിക്റ്റഡായി. അപ്സര എവിക്റ്റഡാണ്, പക്ഷേ അതിനേക്കാളും കൂടുതൽ നമുക്ക് കുറച്ച് ഷോക്കിംഗ് ആൻഡ് ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ അൻസിബയെ നമ്മളെ ഫേവറേറ്റ് ആയിട്ടോ നമ്മളെ അൻസിബയെ സപ്പോർട്ട് ചെയ്തിട്ടോ അല്ല, അൻസിബയെ ഇഷ്ടമായിരുന്നു വെച്ചാല് ഇപ്പൊ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. വേറൊരു രീതിയിലാന്നേ ഉണ്ടായിരുന്നുള്ളൂ. നല്ലൊരു കുട്ടിയായിരുന്നു. അതെ. അപ്പോൾ അതൊരു അൻസിബ എവിക്റ്റഡ് ആയി എന്ന് കേട്ട സമയത്ത് നമുക്കൊരു വിഷമം തോന്നിപ്പോയി. ആക്ച്വലി ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അപ്സരയുടെ എവിക്ഷനാണ്. പക്ഷെ നാളെ ആണ് അൻസിബയുടെ എവിക്ഷൻ വരുന്നത്. പക്ഷെ നമുക്ക് കുറച്ച് ട്രസ്റ്റഡ് സോഴ്സസ് നിന്ന് ഇൻഫർമേഷൻ കിട്ടി. എവിക്ഷൻ രണ്ടും അതെ. ഇപ്പൊ അപ്സരയുടെ ആണെങ്കിലും ഞാനിത് ചിന്തിക്കല്ല, എല്ലാവർക്കും മനസ്സിലാവും. ശ്രീതു, അതുപോലെ സായി, ഇവരൊന്നും ഋഷി വരെ കറക്റ്റ് ആയിട്ടൊന്നും ചെയ്യില്ല. പക്ഷെ അപ്സര പിന്നെ നമ്മളെ അൻസിബയൊക്കെ അത്യാവശ്യം ഒരു അവിടെ അവരുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ അപ്സരയുടെ കേസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കാരണം അപ്സരന്റെ ക്യാരക്ടർ എന്തോ നമുക്ക് അതിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അതൊക്കെ വേറെ കാര്യം. പക്ഷെ അപ്സര ഗെയിമൊക്കെ കളിക്കും നന്നായിട്ട്, നല്ല എഫേർട്ട് എടുത്ത് ഗെയിം കളിക്കണ്ടായിരുന്നു. മാത്രമല്ല അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് ആക്റ്റീവായി നിൽക്കുന്ന ഒരാളായിരുന്നു. ഇപ്പൊ ഈ ഒരു കുറച്ച് ദിവസമായിട്ടുള്ള അപ്സര ഒന്നും ഡൗൺ ആയിട്ടുണ്ടായിരുന്നത്. അതായത് വലിയ ഇതിൽ ആക്റ്റീവായി വരാതിരുന്നിട്ടുള്ളത്. പക്ഷെ അതിലും ഒന്നും ഇല്ലാണ്ട് കുറച്ച് പേരുണ്ട് അവിടെ. അപ്പൊ അതൊന്നും പോവാണ്ടവര് പോയപ്പോ ചെറിയൊരു അയ്യോ തോന്നിപ്പോയിട്ടോ. അൻസിബ പോയപ്പോ പ്രത്യേകിച്ച്, കാരണം അൻസിബ ഇപ്പൊ പോകുന്ന ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ, ഈ സമയത്ത് പോകുന്ന ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതെന്താ ഈ അപ്സരയുടെ കേസിൽ എന്താന്ന് വെച്ചാൽ, പിന്നെ ഈ ഒരുപക്ഷെ ഈ വോട്ടിന്റെ കുറവ് കൊണ്ട് തന്നെയാണെന്ന് റീസൺ പറഞ്ഞു. പിന്നെ അപ്സരയുടെ കേസിൽ ഈ ഒരുപക്ഷെ ചിലപ്പോൾ ആൽബിയുടെ രണ്ട് ഇടപെടൽ. ഒന്ന്, ആൽബിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായി, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. 2 ദിവസം മുന്നത്തെ, ഒരുവിടെ അല്ല 4 ദിവസം മുന്നത്തെയാണ് ഒരു ആൽബിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതായത് ഇവരിങ്ങനെ അപ്സര വണ്ടിയുടെ ബാക്കിൽ ഇരിക്കുന്ന ഒരു പോസ്റ്റ് ഇട്ടു. അതിൻ്റെ ഇടയിൽ ഒരുപാട് പേര് വളരെ സത്യസന്ധമായിട്ട് നിഷ്കളങ്കമായിട്ട് കമന്റ് ചെയ്ത് കണ്ടു, അയ്യോ പോയില്ലേ. അയാൾ ചിലപ്പോൾ എന്ത് സർക്കാസ്റ്റിക് ആയിട്ട് ചെയ്തതാണോ, ഏത് വെളിവില്ലാത്ത നേരത്തെ അയാൾ ചെയ്തതെന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ എവിക്ഷന്റെ സമയത്ത്, കഴിഞ്ഞ എവിക്ഷൻ ഉണ്ടായിരുന്നില്ലേ ആ സമയത്ത്, അപ്പൊ റസ്മിൻ പോണ സമയത്ത് അപ്സര പോയി എന്ന് പറഞ്ഞിട്ട് ഇയാളൊരു പോസ്റ്റ് ഇട്ടു. അതിന്റെ അടിയിലൊക്കെ ആൾക്കാർക്ക് ഭയങ്കര തോന്നുന്നു. ആ വിഷമിച്ച ആൾക്കാർക്കൊക്കെ ഇപ്പൊ ചിലപ്പോ ഒന്നും പറയണ്ടാവില്ല. ആ വിഷമിച്ച ആൾക്കാർ ചിലപ്പോൾ ഈ എവിക്ഷൻ ഉണ്ടായില്ല, ഇയാൾ തമാശ എന്ന് കണ്ട സമയത്ത് ഒരു പക്ഷെ ചിലപ്പോൾ അവർ വോട്ട് ചെയ്യാതിരുന്നിട്ടുണ്ടായിരിക്കും. അതായിരിക്കാം അപ്സരയുടെ എവിക്ഷൻ. എന്താണെന്നുണ്ടെങ്കിൽ ആ എവിക്ഷന്റെ പ്രോസസ്സിലേക്ക് പോകുന്ന സമയത്ത് അപ്സര പറയുന്നുണ്ട് ഞാൻ തലമിന്നി വീട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും സീരിയസ്ലി അത് അവിടെ അഭിനയ കാര്യങ്ങളോ ആയിരുന്നില്ല. റിയൽ ആയിട്ട് വളരെ ട്രൂ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് എവിക്ഷൻ സമയത്ത് ഒരു കണ്ടസ്റ്റന്റിന്റെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ അല്ലേ, അത് ശരിക്കും എല്ലാവരും ഞെട്ടിപ്പോയി. അപ്പോൾ ഒന്നത്. രണ്ടാമത് അൻസിബയുടെ എവിക്ഷന്റെ റീസൺ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ഇതെന്താണെന്നറിയോ, ഈ നമ്മൾ ഈ യൂട്യൂബിലൂടെ പോൾസിൽ അവിടെയും ഇവിടെയും കാണുന്ന വോട്ടിംഗ് സ്ട്രക്ചർ ആയിരിക്കില്ല ഹോട്ട്സ്റ്റാറിലേക്ക് വരുന്നത്. ഓക്കെ, ഹോട്ട്സ്റ്റാറിലേക്ക് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മിക്കവാറും ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ യൂട്യൂബിൽ ചെയ്യുന്ന പോൾസിൽ ചെയ്യുന്ന ആൾക്കാരൊന്നും ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യുന്നുണ്ടാവില്ല. ഇതിങ്ങനെ കാണുന്നു, വോട്ടിംഗിലേക്ക് ഇതൊന്നും പോകുന്നില്ല. അതെന്താണ് ഇപ്പൊ ഈ വോട്ടിംഗ് പലതും എന്താ സിറ്റുവേഷൻ അറിയാം. ഫോർ എക്സാമ്പിൾ സമ്മർ മീഡിയ ഇതുപോലുള്ള പോൾസ് ഒരുപാട് ഇടാറുണ്ട്. സമ്മർ മീഡിയയുടെ പോൾസ് കാണുന്ന സമയത്ത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വ്യൂവറിന് തോന്നിപ്പോവും ഇതിന് ആർക്കാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എല്ലാവരും ചെയ്യാറുണ്ട്. ആർക്കാണ് സപ്പോർട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുത്തി നോക്കുന്ന സമയത്ത് ഒരുപക്ഷെ ചിലപ്പോൾ ഒരു പ്രാവശ്യം കൂടി കുത്തി കഴിഞ്ഞാൽ വോട്ടിന് ആ ഒരു പോൾ നെഗറ്റീവ് ആവും. പക്ഷെ അത് ആൾക്കാർ ചെയ്യുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ ഒരു പ്രത്യേക കണ്ടസ്റ്റന്റ് കൂടി വരുന്നു. ഈ പറയുന്ന ആൾക്കാരൊന്നും ഡയറക്റ്റായിട്ട് ഹോട്ട്സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യുന്നില്ല. പിന്നെ അറിയാൻ കഴിഞ്ഞ പ്രകാരം ശ്രീധുവിന് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരിക്കും. ശ്രീധു തമിഴ് സീരിയലിലൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. അവിടെ ഇഷ്ടം പോലെ ചിലപ്പോ ഫാൻസ് ഉണ്ടാവും കേട്ടോ ശ്രീധുവിന്. അപ്പൊ പിന്നെ അവർ താമസിക്കുന്നത് ആ ഏരിയ ഒക്കെ ഒരുപക്ഷെ ചിലപ്പോൾ മലയാളികൾ ആരും ഒരുപക്ഷെ അൻസിബയ്ക്ക് അനുസരിച്ച് വോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അതായിരിക്കാം റീസൺ. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സംഭവം. പക്ഷെ ഇങ്ങനെയൊക്കെ വിഷമം പരിപാടിയൊക്കെ ഉണ്ടെങ്കിലും അമർഷം കാണിക്കേണ്ട സ്ഥാനത്ത് അവിടെ അമർഷം കാണിക്കും. അതുകൊണ്ട് തന്നെയാണ് പിന്നെ അൻസിബ പുറത്തായി എന്നുള്ള ന്യൂസ് കേട്ടപ്പോൾ വിധു ഒന്ന് പ്രത്യേകമായിട്ട് സാരി എടുത്ത് വന്നിരിക്കുന്നത്.
ഇത് പ്രതീക്ഷിച്ചില്ല. ഇത് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്ത ഇവളിന്ന് സാരി എടുത്തു വന്നിട്ടുണ്ട്, അതും കറുത്ത സാരി. അൻസിബയോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സാരി ഉടുത്തിട്ട് ഇത്രയും ദിവസമായിട്ട് വീഡിയോ ചെയ്ത സമയത്ത് സാരി എടുത്തു അതല്ലാതെ കാണുന്നവർക്കറിയാം. സത്യത്തിൽ അതൊന്നല്ല, ഞാൻ ചേഞ്ചിന് വേണ്ടി സാരി എടുക്കാറ്. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. പക്ഷെ അപ്പൊ ഇവളത് പറഞ്ഞ സമയത്ത് തന്നെ എന്റെ മനസ്സിൽ ഈ സാധനം കത്തിയിട്ടുണ്ട്. സോറി, കോണ്ടന്റ് ക്രിയേഷൻ അല്ലേ പുള്ളേ, കോണ്ടന്റ് ക്രിയേഷൻ ബോറ് പോട്ടെ സാറില്ല. ഏതായാലും ബ്ലാക്ക് സാരി കൊടുത്ത് വന്നിരിക്കേണ്ട അൻസിബ പോയ എനിക്ക് നാളെ തൊട്ട് ഇവിടെ സാരി എന്ന് പറഞ്ഞു. കാരണം അൻസിബില്ലല്ലോ, അത് പോട്ടെ. ഓക്കെ, സോറി. ഒരാൾ ചോദിച്ചിട്ടുണ്ട് ചുമ മാറിയില്ലേ, ഡോക്ടറെ കണ്ടുകൂടെ എന്നൊക്കെ ചോദിച്ചു. സോറി, കമൻറ്റിന് മറുപടി കൊടുത്തോ അറിയില്ല. കുറേ കമൻറ്റുകൾക്ക് പിന്നെയും മറുപടി കൊടുക്കാൻ ബാക്കിയുണ്ട്. എന്താ അറിയോ, ചുമ പോകുന്നില്ല. ഡോക്ടേഴ്സ് കുറേ പേർക്കും അങ്ങനെ തന്നെ അത്ര. ഈ ഫീവർ വന്നതിന് ശേഷം ചുമ ശരിക്കും അങ്ങനെ മാറണേ ഇല്ല. ഡോക്ടേഴ്സ് എഴുതി തള്ളി ഒഴിവാക്കിന്നെ, ഇങ്ങോട്ടും കാര്യമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അടുത്തത് ഇനി അടുത്ത എന്തെങ്ങനെ ഞെട്ടി നോക്കണത്. ഡോക്ടർ എപ്പോഴും അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു നോക്കുന്നത് ഒരു മാസം കൊണ്ടേ മാറുള്ളൂ. അത് ശരി, സാരിക്കിട്ട് വെച്ചാൽ അല്ലല്ല, ഒരു മാസം കൊണ്ടേ മാറുള്ളൂ പറഞ്ഞതല്ല. പിന്നെ എഴുതി തള്ളി എന്ന് പറയുന്നത് ഒരു മാസം എഴുതി തള്ളി പോട്ടെ. അപ്പോൾ ഇന്നത്തെ കാര്യത്തേക്ക് കിടക്കാം, ഇന്നത്തെ പരിപാടികൾക്ക് കിടക്കാം. ഓക്കെ, പിന്നെ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ മെയിൻ പോയിന്റ്സ് മാത്രം നമ്മൾ പറഞ്ഞു പോകുന്നു. നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന്, ഋഷിയുടെ ബോണസ് പോയിന്റിനെ കുറിച്ച്, ജാസ്മിൻ വിട്ടുകൊടുത്തതിനെ കുറിച്ച് അൻസിബ പറഞ്ഞത് കുറച്ചൊക്കെ പോയിന്റ് ഉള്ള പോലെ തോന്നി. ചിന്തിച്ചത് രീതി കറക്റ്റ് ആണ്, ചിന്തിക്കാം. കാരണം ജാസ്മിൻ വോട്ട് കിട്ടാൻ വേണ്ടിട്ട് വിട്ടുകൊടുത്തതാവാം. എനിക്ക് അൻസിബ പോയതിൽ ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ അൻസിബയുടെ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് യോജിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. അതായത് നമ്മള് മറ്റേ ഇതുണ്ടായിരുന്നില്ലേ, നോമിനേഷൻ ഉണ്ടായിരുന്നില്ലേ, അതിന് വേണ്ടി രണ്ടുപേരെ പോയി ഇരുത്തിയിട്ട് ഡിസ്കസ് ചെയ്തതിൽ നോറയ്ക്ക് കൊടുത്തു. ഒരു അക്ഷരം മിണ്ടാണ്ട് നോറയ്ക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ ചെയ്യാണ്ട് നോറി അവളും ഒരുമിച്ച് വന്നിരുന്നെങ്കിൽ ചിലപ്പോ നോറ പോകുമായിരുന്നു. അൻസിബ ചെയ്ത വലിയൊരു മിസ്റ്റേക്ക് ആണത്. അതിന് പറഞ്ഞിട്ട് കാര്യമില്ല. നോറയ്ക്കാണെങ്കിലും ആര് ആൾക്കാർ പോയാലും ഞാൻ ശ്രദ്ധിച്ച കേട്ടോ, ഒക്കെ അറിയില്ല, നിങ്ങൾ ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ എപ്പിസോഡിൽ. നോറയ്ക്ക് ഭയങ്കര സങ്കടമൊന്നുമില്ല. നോറയുടെ മുഖത്തൊരു ഹാപ്പിനെസ് വരും. ആര് പോകുമ്പോൾ ഓരോരുത്തർ പോട്ടെ എന്നുള്ളൊരു രീതിയാണ്. ഇതിന് മുമ്പ് ആരോ പോയപ്പം ഓടിച്ചെന്ന് ബാത്റൂമിൽ എന്നൊക്കെ ഭയങ്കര അല്ല വേറെ ആരോ പോയപ്പോ എനിക്ക് ജാൻമണിയാണ് തോന്നുന്നു. ഓക്കെ, പിന്നെ എന്താ വെച്ചാൽ അൻസിബ അന്ന് വിട്ടുകൊടുത്തു. അതേ അൻസിബൻ എന്നും പറഞ്ഞു വിട്ടുകൊടുക്കുക എന്നൊരു വേറൊരു ഗെയിമാന്നുള്ളത്. രണ്ടും ഒരുമിച്ച് വായിക്കണേ വായിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന്. പിന്നെ അത് കാരണം വെച്ചാൽ അൻസിബ പറഞ്ഞു വെച്ചാൽ ഈ വിട്ടുകൊടുക്കുന്ന സംഭവം പോലും ഒരു വോട്ടാക്കി മാറ്റുക എന്നുള്ളതാണെന്ന്. ഒരു കാര്യം ഷുവറാണ്, ഇന്നിപ്പോൾ അവിടെ ആർക്കൊക്കെയാണ് ചേഞ്ച് ഉള്ളതെന്ന് ചോദിച്ചു കൊടുത്ത് എല്ലാവരും പറയേണ്ടിയിരുന്ന ഒരു പേര് ജാസ്മിൻ ജാഫർ ആയിരുന്നു. കാരണം ജാസ്മിനാണ് ഏറ്റവും കൂടുതൽ ചേഞ്ച് ശേഷം ഒരുപാട് ചേഞ്ച് വന്നൊരു വ്യക്തിയാണ് ജാസ്മിൻ. പിന്നെ ജാസ്മിന് ഞാൻ എനിക്ക് തോന്നിയതാണ്, ജാസ്മിന് ഗബ്രി പോയ രണ്ട് ദിവസമോ എത്ര ദിവസത്തെ ഒരു ഗബ്രിയുടെ ഡ്രസ്സൊക്കെ ഇട്ട് നടന്നു. പെട്ടെന്നൊരു ചേഞ്ചാണ്. അന്ന് വരെ സങ്കടപ്പെട്ട് നടന്നതൊരു കുട്ടി, സങ്കടപ്പെട്ടിട്ടും ഗബ്രിയുടെ ഫോട്ടോയിൽ പോയി കരഞ്ഞിട്ടും അത് ചെയ്തിട്ട് ഇത് ചെയ്തിട്ടും നടന്നിരുന്നൊരു കുട്ടി പെട്ടെന്ന് ചേഞ്ചായി. അപ്പൊ എനിക്ക് തോന്നുന്നു അവിടെ ബിഗ് ബോസ് ചിലപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടായിരിക്കും ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവുക. എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് മാറ്റം വന്നിട്ട് ഇപ്പൊ നല്ല ഫണ്ണായി എടുത്ത് കാര്യങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിൽ ചെയ്ത് ഗെയിമായി എടുത്ത് നടക്കുന്ന ഒരാള് ജാസ്മിനാണ് ശരിക്കും. കാരണം ഫിനാലയിലേക്ക് എത്തുന്തോറും ഇത് ഭയങ്കരമായിട്ട് അതിന് വോട്ടിങ്ങിനും കാര്യങ്ങളൊക്കെ ബാധിക്കും. ഇത്ര പെട്ടെന്ന് ഇത്രയും സ്നേഹം ഗബ്രീനോട് ഉണ്ടായിരുന്ന ആൾക്ക് ഇത്ര പെട്ടെന്ന് ചേഞ്ച് ആവാൻ പറ്റുന്നുള്ള ഈ ഗബ്രീനോട് ഇനി ഇതിൽ പറയാൻ പറ്റാത്ത കുറെ സംഭവങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടോ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞുതരാം. കുറച്ച് പറയാൻ പറ്റാത്ത നമുക്ക് എന്താ വെച്ചാൽ വീഡിയോയിലൂടെ പറയാൻ പറ്റില്ല, ഒരിക്കലും പറ്റാത്ത കാര്യങ്ങൾ അവരെ വെറുതെ പറയാൻ പറ്റാത്ത കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. ഞാനോട് ഇപ്പോൾ പെട്ടെന്ന് ഓർത്തു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞ സമയത്ത് കൂട്ടത്തിൽ പറഞ്ഞതല്ലോ, പറയാൻ പറ്റില്ല. അത് ഞാൻ ഇത് സംഭവം എന്താ പറയാ പിന്നെ പറയാം. അത് ഇപ്പൊ തന്നെ അറിയാം ഇനി. ശരി, ആയിക്കോട്ടെ. അപ്പം ഞാൻ പറയാൻ കാണിച്ചാൽ ഈ 2 ദിവസം ഗബ്രീൻ്റെ ഷർട്ട് ഇട്ട് നടന്നതും അവൻ്റെ മാല ചുറ്റി നടന്നതും പരിപാടിയൊക്കെ അവൻ പുറത്ത് പോയി കഴിഞ്ഞാൽ അവൻ്റെ ആൾക്കാരുടെ വോട്ട് കിട്ടാനാണ്. അതല്ലാതെ ജാസ്മിൻ ജാഫർ ഗബ്രി പുറത്ത് പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ നോർമൽ ഗെയിമിലേക്ക് തിരിച്ചു വന്നിരുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി ആൾക്കാർക്ക് ദേഷ്യം പിടിക്കും. ഈ ജബ്രി കോംബോ സ്വപ്നം കണ്ട് കഴിയുന്ന ഒരുപാട് അന്തം ഫാൻസ് ഉണ്ട്. അവരൊക്കെ എന്താ പറയാറിയ തിരിച്ച് അവരൊക്കെ നേരെ തിരിച്ച് ചിന്തിക്കും. മനസ്സിലായില്ല? അതിനാണ് ഇപ്പോൾ ഈ ഒരു പരിപാടി നടന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ രസം എന്താ വെച്ചാൽ നോറ നമ്മളുണ്ടാവല്ലോ ഒരുമിച്ച് വായിച്ചല്ലേ. നോറയും ജാസ്മിനും സീരിയസ്ലി പുറത്തുനിന്ന് വളരെ ക്ലിയർ ആയിട്ട്
എടി ഇന്ന് ഫുള്ള് ഞാനാ പറഞ്ഞിട്ടോ, നീ അവസാനം എന്നെ പറയാൻ സമ്മതിച്ചില്ല അറിയില്ല, എനിക്കൊന്നും മുണ്ടില്ല. ഇതുകൂടി ഞാൻ പറയട്ടെ. സോറി. അതായത് നോറ ഇന്ന് ജാസ്മിനെ സപ്പോർട്ട് ചെയ്തല്ലോ. നോറ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഈ സമയത്തൊക്കെ സായിനെ കാണിക്കുന്നുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. നോറയും ജാസ്മിനും പുറത്ത് നല്ല രീതിയിൽ കണക്റ്റഡ് ആണ്. ഈ ബന്ധത്തിൻ്റെ ആഴവും വ്യാപ്തിയും വളരെ ക്ലിയർ ആയിട്ട് അറിയുന്ന വ്യക്തിയാണ് സായി കൃഷ്ണൻ, അല്ല സീക്രട്ട് ഏജന്റ്. ഈശ പഠിച്ചെല്ലാം മറന്നു ഇഷ്ടമാതിരി കാര്യങ്ങൾ പറയാണ്ടാവും, ഉണ്ടാതിരിക്കുന്നത് ഒരു അക്ഷരമുണ്ടായി. കാരണം മൂപ്പര് ഇത് ആ ലോകത്ത് തന്നെ അല്ലല്ലോ, ബിഗ് ബോസ് ഉള്ള ആ ഒരു ഗെയിമിൻ്റെ ലോകത്തല്ലാത്തതുകൊണ്ട് അതൊന്നും പറയാതിരിക്കുകയാണ്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നിയിട്ടുണ്ട് എവിടെയൊക്കെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടോ ആ സിറ്റുവേഷനിലൊക്കെ നോറ അങ്ങോട്ടും ജാസ്മിൻ ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇന്ന് നോറ പറഞ്ഞു ഒരു ചാൻസ് കിട്ടിയിട്ടില്ല എനിക്ക് പറയാന്നുള്ളത് പറഞ്ഞു. പക്ഷെ ഇന്ന് നല്ലൊരു വേദിയാണ്, വീക്കെൻഡ് എപ്പിസോഡിൽ നല്ല അടിപൊളി ചാൻസ് കിട്ടിയ പറഞ്ഞത് ഇപ്പൊ കുട്ടിയുടെ വേറെ ഇതിലേക്ക് പോയി. അതായത് ഇപ്പൊ പറഞ്ഞെന്താ വെച്ചാൽ അൻസിബ ജാസ്മിനെ പറഞ്ഞില്ലേ, അതിന് അൻസിബയെ എതിർത്തിട്ട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്തു, ലാലേട്ടന്റെ മുമ്പിൽ സപ്പോർട്ട് ചെയ്തു. അപ്പൊ നോറ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ജാസ്മിന് ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്, നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ആ ചേഞ്ച് ആരും ആക്സെപ്റ്റ് ചെയ്യണില്ല എന്നാണ് പറഞ്ഞത് നോറ. അത് അൻസിബയ്ക്കൊക്കെ ഇട്ടിട്ട് പറഞ്ഞത്. അപ്പൊ ഞാൻ എപ്പോഴും നമുക്കൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, അതായത് എപ്പോഴും നോറ ഇൻഡയറക്റ്റ് ആയിട്ട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് കാലമായി തുടങ്ങിയിട്ട്, ഗബ്രിയുള്ള സമയത്തേ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് പറയും എനിക്ക് അവളെ ഇഷ്ടമല്ല, പക്ഷെ ഉള്ള കാര്യം പറയണ്ടേ എനിക്ക് അവളെ ഇഷ്ടമല്ല എന്നും പറയും. അതുപോലെ ജാസ്മിനും പല സമയത്തും നോറേനെ ഇവര് തമ്മിൽ ഭയങ്കര കണക്ഷൻ ആയിരുന്നു പുറത്ത്. ചിലപ്പോ പറയാൻ പറ്റില്ല അവര് മനഃപൂർവ്വം ഇങ്ങനെ ഗെയിം കളിക്കുകയാണോന്നും. വലിയൊരു പോയിന്റ് എന്നാലും അൻസിബ പറഞ്ഞു, കാരണം സ്ക്രിപ്റ്റ് ചെയ്ത് വന്നിട്ട് 365 ദിവസം ഇവിടെ അഭിനയിച്ച് കളിക്കും ആൾക്കാർ എന്നുള്ളത് മനസ്സിലായില്ലേ. അയ്യോ നാളെ നോറ അൻസിബ പോകുമ്പോ നോറയുടെ മുഖം ആലോചിച്ചിട്ട് എനിക്ക് നോറ ഭയങ്കര ഹാപ്പി ആവട്ടോ. നോറ ഹാപ്പി ആവട്ടെ, എല്ലാവരും ഹാപ്പി ആവട്ടെ. നോറ അടുത്ത ആഴ്ച പോകും, ഈ കോലത്തിലാണെങ്കിൽ നോറയും പോകും. ഇനി മറ്റേ പറഞ്ഞോളൂ, നോറയ്ക്ക് അതേപോലെ പറയാനുള്ളൊരു ചാൻസ് കിട്ടി, ലാലേട്ടന്റെ മുമ്പിൽ തന്നെ കിട്ടി. എവിടെ എനിക്ക് പറയാൻ പറ്റുന്നില്ല, അതായത് ലാലേട്ടന്റെ മുമ്പിൽ ഞാൻ പാരന്റ്സിന്റെ കാര്യമൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ കറക്റ്റായിട്ട് ലാലേട്ടൻ നല്ലൊരു കൊട്ട് കൊട്ടിച്ചു ലാലേട്ടനെ കൊണ്ട്. അതായത് ന്യൂസിന്റെ കാര്യം, ന്യൂസ് വായിച്ചു, ന്യൂസിന്റെ ഫുൾ ഫോം എന്താ, നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് എന്നുള്ള സംഭവത്തിന് ആ ഒരു സംഗതി അറിയുന്നവർക്കൊക്കെ അറിയണോ അറിയണമായിരിക്കും. ഞാൻ കേട്ടിട്ടുണ്ട് ഇതിന് മുന്നേ, എനിക്കൊന്നും ഏതോ സിനിമയിൽ എവിടെ പറഞ്ഞോ, അങ്ങനെയാണ് ഞാനത് കേട്ടിട്ടുള്ളത്. ആ ന്യൂസിൻ്റെ ഫുൾ ഫോം എന്താ വെച്ചാൽ ഒരു IAS ആസ്പിറൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് കുറച്ചൊക്കെ GK കുറച്ചൊക്കെ ജനറൽ നോളജ് ഉണ്ടായിരിക്കണമല്ലോ. വേറെ രീതിയിലാണ് പറഞ്ഞത്, പഠിക്കാനൊക്കെ എന്തോ ഉള്ള ആളല്ലേ. അപ്പൊ മനസ്സിലായി, നമുക്ക് പറയാൻ ആഗ്രഹം ഇതായിരിക്കും, അല്ല ഇയാളാണോ IAS പോണെന്നായിരിക്കും പറയാൻ ആഗ്രഹം തോന്നുന്നു. അതെ. പിന്നെ ഇന്ന് വലിയൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്, വലിയൊരു കാര്യം ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ജാസ്മിൻ ജിൻഡോനെ പറ്റി പറയുന്ന സമയത്ത് ജിൻഡോന്റെ ഭാഗത്തുനിന്ന് ജിൻഡോ കാണിച്ച ആക്ഷൻ എന്താ അറിയോ, ഇങ്ങനെ എടുത്തിട്ട് ഊതി എനിക്ക് ഇതാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് ഒരിക്കലും ജിൻഡോ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ലാലേട്ടൻ അവിടെ നിൽക്കുന്ന സമയത്ത് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ കാണിച്ചത് വളരെ 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 മോശമായി ജിൻഡോന്റെ ഭാഗത്തുനിന്ന് എന്ന് പറയുന്നു. പ്ലസ് അതിന്റെ കൂടെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും എനിക്ക് എന്തിനാ ജിൻഡോ അത് ചെയ്യണത്? മറ്റുള്ളവർക്ക് ഇപ്പൊ ജാസ്മിനൊക്കെ വലിയ ആളാവാൻ കിട്ടിയൊരു ചാൻസ് ആയി പോയി, അതുപോലെ ചുറ്റുമുള്ളവർക്കും ജിൻഡോനെ പറ്റി പറയാനുള്ള ഒരു ചാൻസ് ആയി പോയി. പക്ഷെ അതൊരു വേണ്ടായിരുന്നു, മോശം. ഏറ്റവും കൂടുതൽ അവിടെ പ്രശ്നം പറയുന്നത് അറിയാമോ, ജിൻഡോയുടെ സ്വഭാവം, ജിൻഡോന്റെ ഈ ഒരു സംസ്കാരമില്ലായ്മ ഉണ്ട് ജിൻഡോക്ക്. അത് മാറി എന്നാണ് ജിൻഡോ സ്ഥാപിച്ചെടുക്കുന്നത്. അർജുനും പറഞ്ഞു അത് ജിൻഡോ സ്ഥാപിച്ചെടുക്കുന്നുണ്ട്, അർജുൻ എന്ന് പറയുകയും ചെയ്തു. അത് മാറിയിട്ടില്ല എന്ന് ജാസ്മിൻ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇന്ന് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ഇവൻ ലാലേട്ടനെ മുന്നിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ജാസ്മിന് മറുപടി കൊടുക്കുന്ന സമയത്ത് ഇത് ജാസ്മിനുള്ള പ്രൊമോഷനാണ്. ബിക്കോസ് ഇത് ജിൻഡോയുടെ ഗ്രാഫ് താഴേക്കും ജാസ്മിൻ്റെ ഇത് മുകളിലേക്കും പോയിക്കൊണ്ടിരിക്കും. ബിക്കോസ് അൾട്ടിമേറ്റ്ലി ഇതൊരു കോമ്പറ്റീഷനാണ് അല്ലേ, ഒരു ഷോ ആണ്. ഓക്കെ, അത് ജിൻഡോ ചെയ്ത് തെറ്റാണ്. ഓൺ ദ സെയിം ടൈം അപ്പോൾ അത് പറയാതെ വയ്യ, ഇതിന് മുന്നേ ഇതുപോലുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് പറഞ്ഞ് ജിൻഡോനെ കളറിൻ്റെ ബേസിൽ ഡിസ്ക്രിമിനേഷൻ റേസിസം അതും പറഞ്ഞു. ഷൊണ്ണ മണ്ണ എണ്ണ വർത്താനങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. ജയിലിൽ വെച്ചിട്ട് അത്രയും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എടാ പോടാ അടി, ഈ പരിപാടികളൊന്നും വിഷയമല്ല, മറന്നുപോയി. ഇപ്പൊ വിഷയമല്ല എന്നല്ല പറയണ, അന്ന് അതൊന്നും വിഷയമായിരുന്നില്ല, അന്നാർക്കും വിഷയം. പക്ഷെ ഇപ്പൊ ചെയ്തത് ഈ സമയത്താണ്. അതാണ് സംഭവം. ഞാൻ പറഞ്ഞു, ഈ ആവശ്യമില്ലാത്തൊരു സംഗതികൾ ഇവരുകൾ കാണിച്ചിട്ടേ അതൊന്ന്. പിന്നെ വേറെന്താ ഇത്, പിന്നെ 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 സംഗതികൾ സിജോ അല്ലേ, പിന്നെ ക്യാപ്റ്റൻസി അല്ലല്ലോ ഇത് പറയാനുള്ള. മൂന്നാളും കളിച്ചു.
ഏറ്റവും വലിയൊരു ജോക്ക് അല്ല ക്യാപ്റ്റൻസിയുടെ കാര്യം പറയട്ടെ. സിജോ ക്യാപ്റ്റനായി പോട്ടെ, അത് കഴിഞ്ഞു. കാരണം ജിൻഡോക്ക് ഒന്നും കളിക്കാൻ പറ്റുന്നില്ല, കൂട്ടാനും അറിയില്ല. കൂട്ടിയതൊക്കെ കറക്റ്റ് ആയിട്ടാ കൂട്ടിയത്, അതൊന്നും പറയണ്ട. കൂട്ടുന്ന കണക്കൊക്കെ കറക്റ്റ് ആയിട്ട് പലതും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ല, ജിൻഡോക്ക് കുറച്ച് കാണാൻ പറ്റുന്നില്ല എന്നാ പറയണത്. കണ്ണ് അതായത് സ്പെക്സ് വേണമായിരുന്നു. ലാലേട്ടൻ ചിരിക്കുന്നുണ്ട് അല്ലേ? എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നുന്നു കള്ളം പറയണോ. ഈ ജിൻഡോക്ക് പൊതുവെ കള്ളൻ നുണ പറയുന്നവൻ എന്നൊരു ലേബൽ അതിൻ്റെ ഉള്ളിൽ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ലേബല് കുറച്ച് സ്ട്രോങ് ആയിട്ട് എല്ലാവരും എടുത്തിട്ട് കളിക്കുന്നുണ്ടോ കേട്ടോ അല്ലേ? അത് ഗെയിമിന് വേണ്ടിയിട്ട് നുണ പറഞ്ഞു. അപ്പൊ ജിൻഡോക്ക് പഴയ പോലെ കളിക്കണമെന്നുണ്ട്. ജിൻഡോ ഒന്നുകൂടി ഉഷാറായിട്ട് എന്തോ ഒരു പറ്റിയിട്ടുണ്ട് ജിൻഡോക്ക്. നിൽക്കുമ്പോഴൊക്കെ പാവം തോന്നുക ചില സമയത്ത്, ഒരു പാവം പോലെ നിൽക്കണു. അപ്പൊ അതാണ് കഥ. പിന്നെന്താ വെച്ചാൽ ഒരു കാര്യമാണ് ഏറ്റവും വലിയ ജോക്ക് ഇന്നത്തെ എപ്പിസോഡ് എന്നല്ല, കഴിഞ്ഞ എപ്പിസോഡുകൾ എടുക്കാൻ വേണ്ടി ഏറ്റവും വലിയ ജോക്ക് സിജോന്റെ വായന്ന്. അതായത് ആരാണ് ഏറ്റവും ബെസ്റ്റ് ഗെയിമർ എന്ന് ചോദിച്ചത്. ഗെയിമർ എന്നല്ലേ ചോദിച്ചത്? എന്താ ചോദിച്ച് ടോപ്പ് 5 ഫിനാലേക്ക് കപ്പെടുക്കാൻ എന്തോ സാധനം ചോദിച്ചു. ഇവൻ കേറിയിട്ട് സായിയുടെ പേര് പറഞ്ഞിരിക്കണം. സായി ഇവിടെ ഭയങ്കര നോക്കിയുള്ള കളി ഗെയിം അത്ര എന്താ ചെയ്യുന്നത്. 2 മിനിറ്റ് മൗനം ആചരിച്ചാലെന്ന് വരെ തോന്നിപ്പോയി എണീറ്റ് നിന്നിട്ട്. കാരണം എന്താ അറിയോ, എന്ത് കുന്തം എന്ത് ചെയ്യുന്നു ബിഗ് ബോസിൽ എന്ത്. പക്ഷെ നല്ല അതെന്തറിയോ, സായി ജിൻഡു തമ്മിൽ ഭയങ്കര ഡിസ്കഷനാ. എന്തോ ഇന്റർനാഷണൽ കാര്യം ഡിസ്കസ് ചെയ്യുന്ന പോലെ അവരത് പോയിന്റ് ഇങ്ങനെ അപ്പുറത്ത് അതൊന്നും നടക്കാറില്ല. അതൊന്നും മാത്രം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവര് വേറെ സിജോ വേറെ എവിടെയും പോയിന്നിരിക്കുന്നില്ല. അപ്പൊ സിജോക്ക് ഇവൻ പറയുന്നു, ഇവന് സിജോ പറയുന്നത് മാത്രം വലിയ തിരിച്ചുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. സായിക്ക് സിജോക്ക് ഇവൻ പറയുന്നത് മാത്രം വലിയ വേദവാക്യം എന്നുള്ള കണ്ടീഷനിൽ നിൽക്കുന്നുണ്ട്. പിന്നെ വേറൊരു സംഭവം കൂടി ഇതിൽ പറയാനുള്ളത് വെച്ചാൽ സായി ജാസ്മിൻ റിലേഷൻഷിപ്പ്. ഇന്ന് വിവിയുടെ ഒരു വീഡിയോ വന്നു, അതിനുശേഷം ഞാനത് നമ്മൾ റിയാക്റ്റും ചെയ്തിരുന്നു. സായിയും ജാസ്മിനും വളരെ ക്ലിയർ ആയിട്ട് റിലേറ്റഡ് ആണ് പുറത്തുനിന്ന്. ഓക്കെ, അവർ തമ്മിൽ വളരെ അത്രയും നല്ല കണക്ഷൻ ഉണ്ട്. ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ജാസ്മിൻ അസ്ല വിഷയത്തിലും ഇങ്ങനെ വലിയ പ്രശ്നം നടന്ന സമയത്ത് അതിൽ മുൻകൈ എടുത്തിട്ട് നടുക്ക് നിന്ന് സോൾവ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് സായിയാണ്. അതുകൊണ്ടാണ് ജാസ്മിൻ പറയുന്നത് ഞാൻ പുറത്ത് കണ്ട സായി ഞാൻ അതല്ല പറയാൻ വിചാരിച്ചു. മനസ്സിലായി? ഇതിന് പ്ലസ് ഇതിന്റെ സെക്കൻഡ് അതൊന്ന് കണക്റ്റഡ് ആണ്. രണ്ടാമത്തെ കേസ് ജാസ്മിൻ്റെ ഫാദർ എല്ലാ കാര്യങ്ങളും പറഞ്ഞേൽപ്പിച്ച് ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത് സായിനെയാണ്. 3/4 മണിക്കൂറുള്ള ഓഡിയോ കോൺവെർസേഷനിൽ വിവിയും ദിയാസനും ഇവരെല്ലാവരും കണക്റ്റഡ് ആയിട്ട് സായിനെ കൊണ്ട് ഇവർ വിളിച്ച് പറയിപ്പിച്ചിട്ടാണ് ഇവനെ പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സായി ഒരു മെസ്സഞ്ചർ അല്ലെങ്കിൽ ഗൾഫിലിരിക്കുന്ന കൂട്ടുകാരന്, പ്രവാസിയായ കൂട്ടുകാരന് അല്ലെങ്കിൽ പരിചയമില്ലാത്തവന് അച്ചാറും കുപ്പി അല്ലെങ്കിൽ കത്തും കുപ്പിയുള്ള സെയിം സിറ്റുവേഷനാണ് സായി അവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ജാസ്മിനും സായിയും ശരിക്കും ഓൾറെഡി കണക്റ്റഡ് ആണ്. എനിക്ക് ഇവരുടെ 2 പേരുടെ ഇപ്പോൾ നടക്കുന്ന ഇന്നിപ്പോൾ എന്താ പറയാൻ കാരണം, ഇന്നിപ്പോൾ സായി ജാസ്മിനെ പറഞ്ഞിട്ടുള്ളത്, ജാസ്മിൻ പറഞ്ഞില്ലേ, ജാസ്മിൻ എന്തോ ഒരു കാര്യത്തില്ല ടോപ്പ് 5 കേസോ ഫിനാലെ എന്തോ സംഭവം പറഞ്ഞില്ലേ, യോഗ്യത ഇല്ലാത്ത ടോപ്പ് 5 വരാൻ ടോപ്പ് ആയിട്ടുള്ള സ്ഥാനത്തേക്ക് വരാൻ യോഗ്യത ഇല്ലാത്ത ആളെ ചോദിച്ചപ്പോഴാണ് സായി ജാസ്മിന്റെ പേര് പറഞ്ഞു. അപ്പൊ സായിയുടെ മനസ്സിൽ പലതും ഉണ്ടാവും. പറഞ്ഞു ഞാൻ പറയാൻ വെച്ചാൽ അത് ഫേക്കാണ്. അത് ഇവർ 2 പേരും ഫേക്കാണ്. റീസൺ എന്താണെന്നറിയോ? ഫേക്ക് എന്ന് ഉദ്ദേശിച്ചത് സായി ആ പറഞ്ഞിട്ടുള്ളത് സത്യസന്ധമായിട്ട് ആണ് സായി പറഞ്ഞതെങ്കിലും ആണെന്ന് വിചാരിക്കുക. സായി പോട്ടെ, സായി അല്ല വേറൊരാളാണ് ജാസ്മിനോട് പറഞ്ഞതെങ്കിൽ ജാസ്മിൻ കൗണ്ടർ ചെയ്യില്ലേ? ജാസ്മിൻ സായിനെ കൗണ്ടർ ചെയ്തോ? പറയാൻ പറ്റില്ല കൗണ്ടർ ചെയ്യുമെന്ന് ചോദിച്ചാൽ അവർ തമ്മിലുള്ള പഴയ കണക്ഷൻ അവർ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഈ അഡ്ജസ്റ്റ്മെന്റ് ആവുന്ന സമയത്താണ് എന്താ പറയുക ഭയങ്കരമായിട്ട് ഒരു നമുക്ക് കാണുന്നവർക്ക് തന്നെ ഭയങ്കര ബോറായി തോന്നും അല്ലേ ഇത്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഫൈനലായിട്ട് അപ്സര പോയി, ടാറ്റ ബൈ ബൈ അല്ലേ. അപ്സരയ്ക്ക് ഇനി ആൽബിക്ക് ഏതായാലും അപ്സരനെ മിസ് ചെയ്യുന്നില്ല അല്ലേ. ആ കാറിന്റെ ബാക്ക് സീറ്റിൽ ഇരുത്തിയിട്ട് റിയൽ ഫോട്ടോ എടുത്തിട്ട് വിട്ടോട്ടെ. മൂപ്പരെ ആ ഒരു പരിപാടി കൊണ്ട് അല്ലേ, പരിപാടി കൊണ്ട് ആവണമെന്നില്ല, അറിയാൻ പറ്റില്ല വേറെന്താ റീസൺ. വലിയ ഇഷ്ടല്ലേ അപ്സര നല്ല ഗെയിമറാ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്സരയുടെ ചില ആറ്റിറ്റ്യൂഡൊന്നും എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. നമുക്ക് ഇഷ്ടപ്പെടും വേണ്ടേ ചില ആറ്റിറ്റ്യൂഡ്, ചിലപ്പോൾ അതായിരിക്കും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും ബേസിക്കലി. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് സ്ഥിതി. ഇത്ര ദിവസം നിന്നില്ലേ, ചില്ലറ കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ ഇത്, വേറെ വിശേഷമൊന്നുമില്ല. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യുക, പിന്നെ മറുപടികൾ എല്ലാവർക്കും തരും കേട്ടോ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് പേഴ്സണലി ആർക്കെങ്കിലും ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഉണ്ട് കേട്ടോ, gopro.macha എന്നുള്ള ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ കിട്ടും. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.